ചെന്താമരയെ ആദ്യമായി കണ്ട കുട്ടി നമ്മളോടൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. മോനാണ് കണ്ടത്. ഇവിടെ കളിക്കുകയായിരുന്നു? ഞാൻ കളിക്കായിരുന്നു. എന്താ കണ്ടതെന്ന് പറയാമോ? കണ്ടവൻ ആളുടെ ഫേസ് ഒന്നും കണ്ടില്ല. ഞങ്ങൾ ആ സൈഡിൽ നിന്നിട്ട് അവിടുത്തെ സാറ് പറഞ്ഞു ഇതേ ഓടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇത് ഇറങ്ങി. തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആൾ ഇവിടെ സൈഡായിട്ട് ആൾ പതുങ്ങി. ആ ഇവിടെ തോന്നിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൗണ്ട് കേട്ടിട്ട് ചോദിച്ചു, സാറിനെ കൊണ്ട് ചോദിച്ചപ്പോൾ സാർമാർ പറഞ്ഞു അതിലൂടെ ആൾ ഓടിയിട്ടുണ്ട്, അതിലൂടെ ഇറങ്ങി ഒന്ന് വളയെ പറഞ്ഞു. അപ്പോൾ വളരെ വേഗത്തിലാണ്. ആളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകാൻ അറിയില്ല. ഞങ്ങൾ 2 പേര് 3 പേര് ഉണ്ടായിരുന്നുള്ളൂ. ആളെ ഒറ്റയ്ക്കായിരുന്നു. ഫോണിൻ്റെ ഫ്ലാഷ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലോങ്ങിൽ ഒന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ ലോങ്ങിൽ നിന്ന് നോക്കി. ആൾ ഓടുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ആളാണെന്ന് മനസ്സിലാകുന്നുണ്ട്. റോഡിലൂടെ അല്ല, അവിടെ തന്നെ മേഖലയിലേക്കാണ്. റബ്ബർ കാടാണ് ഈ സൈഡിലുള്ളത്. ഇങ്ങോട്ടാണ് ഓടിയത്. ഞങ്ങൾ ബാക്കിലുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ആൾ നല്ല സ്പീഡിൽ ഓടുണ്ടായിരുന്നു. ഓടിയതല്ലേ? പോലീസുകാരും ഉണ്ടായിരുന്നു ബാക്കിൽ. ഞങ്ങളുടെ കൂടെ പോലീസുകാരും പിന്നെ വേറെ നാട്ടുകാരും ഉണ്ടായിരുന്നു. അത് ചെന്താമരയാണെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയ്യില് ആയുധോ അല്ലെങ്കിൽ ടോർച്ചോ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങൾ ഈ ഫ്ലാഷ് ഉണ്ടായിരുന്നുള്ളൂ. ക്ലിയർ ആയിട്ട് ഇതിന്റെ വെളിച്ചത്തിൽ അത്ര ലോങ്ങിലുള്ളൂ. ആളുകൊണ്ടും കണ്ടില്ല. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സൗണ്ട് കേട്ട് പോലീസുകാർ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഇറങ്ങി നോക്കുന്നത്. അപ്പോൾ ആള് പാസ് ചെയ്യണതായിട്ട് കണ്ടു. പിന്നെ അവിടെ പതുങ്ങി. പിന്നെ നമ്മളെല്ലാവരും വളഞ്ഞപ്പോൾ പിന്നെ ആള് അവിടെ നിന്ന് എണീറ്റ് ഓടുകയാണ് ഉണ്ടായത്. കൂടെ ഓടി? ഞങ്ങൾ ഓടി. നല്ല വേഗത്തിലാണോ ഓടിയത്? കാര്യം അവശനായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നാലെ ഓടിയെങ്കിലും കണ്ടില്ല. ആള് പെട്ടെന്ന് ഓടി മാറി. വളരെ വേഗത്തിലാണ് ഓടിയത്. വളരെ വേഗത്തിൽ തന്നെയാണ് ഓടിയത് എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. ആ ഒരു ഘട്ടം മുതൽ നിങ്ങൾ പിന്നെ നാട്ടുകാരെ വിളിച്ചറിയിച്ചു? അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും വന്നു. എല്ലാവരും വന്നപ്പോഴേക്ക് പിന്നെ ആളെ കാണാനില്ല. ഇവിടെ ഉണ്ടാവും. ഇപ്പം ഇവിടെ എല്ലാവരും പോലീസുകാരും നാട്ടുകാരെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഉണ്ടാവും സംശയമാണ്, അറിയില്ല, ഉറപ്പില്ല. മേ ബി പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അവിടെ അങ്ങനെ പതിയിരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ വല്ലതും ഉണ്ടോ? കഴിഞ്ഞ തവണ ഇതേപോലെ ഉൾവനത്തിൽ കയറി അത് 4 ദിവസം തോന്നുന്നു. 4 ദിവസം കഴിഞ്ഞിട്ടാണ് അവശനായിട്ട് വന്നിട്ടാണ് പിടിച്ചത്. എങ്ങനെയാണ് പ്രതിക്ക് വനമേഖലയിലൂടെ സഞ്ചരിക്കാൻ കഴിയുക? മറ്റു സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അയാളെ റിലേറ്റീവ്സ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ അയാൾ നെല്ലിക്കാടുണ്ട് തൊട്ടപ്പുറത്ത് അവരുടെ ബന്ധുവുണ്ട്, നെല്ലിക്കാട് എന്ന് പറയുന്ന സ്ഥലം. കാരണം ഈ കനാലിൻ്റെ തൊട്ട് താഴത്തേക്ക് റബ്ബർ കാണും. മൊത്തം റബ്ബറും മറ്റുള്ള ഇതാണ്. അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയാണ്. പിന്നെ ഈ പോലീസ് എത്ര പോലീസുകാർ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു? ഒരാളുണ്ടായിരുന്നുള്ളൂ. പോലീസ് ഓടിച്ചു വരികയായിരുന്നു. ഈ ചെന്താമരയെ ഓടിച്ച് പിന്നാലെ പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് ഉണ്ടായിരുന്നു. ഞങ്ങളത് ആ സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ആ സാറ് പറഞ്ഞു അതിലൂടെ ഇറങ്ങി ഒന്ന് വളയെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഫോണിൻ്റെ ഫ്ലാഷ് ആയതുകൊണ്ട് ഞങ്ങൾ അതിലൂടെ ഇറങ്ങി നോക്കിയപ്പോൾ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ആളോടുണ്ടാണ് ഞങ്ങൾക്ക്. വസ്ത്രം ധരിച്ചിരുന്നത് നിറം? അത് ഫോണിൻ്റെ ഫ്ലാഷ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ക്ലിയർ ആയിട്ട് ഡ്രസ്സിൻ്റെ കളറോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പോലീസ് തന്നെയാണ് ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. ഇവിടെ കളിക്കുകയായിരുന്നു. ഈ മക്കളോട് പറയുന്നുണ്ട് ചെന്താമരയാണ് ഓടി വരുന്നത്, പിടിക്കണമെന്ന് പോലീസ് പറയുന്നുണ്ട്. ചെന്താമരയാണ് പിടിക്കാൻ പറയുന്നുണ്ട്. പോലീസുകാരൻ ചെന്താമരയുടെ തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കുട്ടികൾ നമ്മളോട് പറയുന്നത്. അത് ചെന്താമര തന്നെയാണെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ഡിവൈഎസ്പി പറയുന്നുണ്ടായിരുന്നു, CCTV ദൃശ്യം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഈ മേഖലയിലൂടെ ചെന്താമര വരുന്നതായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CCTVകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തി വരുന്നതിനിടയിലാണ് ചെന്താമരയുടെ ദൃശ്യം അവർ കാണുന്നത്. അതോടുകൂടി തൊട്ടു പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തുന്നുണ്ട്. പോലീസിനെ കണ്ടതോടുകൂടിയാവും ഒരുപക്ഷെ ചെന്താമര ഓടിയിട്ടുണ്ടാകുക, അല്ലേ? ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ സൗണ്ട് കേട്ട് ആള് ഓടിയത്. ഈ മാട്ടായി ഭാഗത്തുനിന്ന് പോത്തുണ്ടിയിലേക്ക് പോകാനായിരിക്കും ചിലപ്പോൾ ഉദ്ദേശം. പോത്തുണ്ടിയിലാണ് ആളെ വീടുള്ളത്. പോത്തുണ്ടിയിലേക്ക് പോകാൻ ഇതിൽ കൂടെ കഴിയില്ല അയാൾക്ക്. കാരണം നല്ല ലൈറ്റും മറ്റുള്ള എല്ലാം ഉണ്ട്. ഈ ഭാഗത്ത് ഇറങ്ങണമെങ്കിൽ ഇവിടെ ഇപ്പുറത്തുള്ള റബ്ബർ കാടാണത്. മറ്റേ ഇവിടുത്തെ കനാലിൻ്റെ ഇപ്പുറത്തെ റബ്ബറും മറ്റുള്ള അങ്ങോട്ട് തോട്ടമാണ്. ആ തോട്ടത്തേക്ക് അങ്ങോട്ട് ചാടുകയാണെങ്കിൽ അയാൾക്ക് ചാടാം. 2019 കൊലപാതകത്തിന് ശേഷം വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു എന്നാണ് പറയുന്നത്. ഭക്ഷണം അയാൾക്ക് മാറ്റിവെക്കാൻ കഴിയില്ലാതെ തോന്നുന്നു, അല്ലേ? വിശപ്പ് മടുത്ത് വന്നതാവും. വിശപ്പ് താങ്ങാൻ അയാൾക്ക് കഴിയില്ലെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു ബന്ധു വീട്ടിൽ അപ്പുറത്തേക്കുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വഴിക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നിഗമനം. മക്കളെ ഇയാളെ കണ്ട ഉടനെ തന്നെ നാട്ടുകാർ അറിയിച്ചു, എല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടി വന്നു? എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയായിരുന്നു തെരച്ചിലൊക്കെ നടത്തിയിരുന്നു. ശബ്ദം ഉണ്ടാക്കിയപ്പോഴാണ് ആൾ ഓടിയത്.
താമരയാണെന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിയതോടെ അയാൾ ഓടി ആൾ ഓടിയത്. ഞങ്ങൾ കുറേ പുറകെ പോയപ്പോഴാണ് ആള് പിന്നെ ആ ഭാഗത്തേക്ക് ഓടിയത്. അത് വനമേഖല ഏകദേശം ഇവിടെ ഇപ്പോൾ വനമേഖലയല്ല, ഇവിടെ മൊത്തം കാടാണ്, മറ്റേ റബ്ബറും മറ്റുള്ള മറ്റേ ആൾക്കാർ കാടാണ്. ഇതിന് ഈ റോഡിൻ്റെ അപ്പുറം കഴിഞ്ഞ് പിന്നെ നെല്ലിയാൽ മതി. പിന്നെ ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞാലും വനമേഖലയാണ്. അപ്പോൾ ഇതിന് എന്ത് തോന്നണേ, അപ്പുറം കടന്ന് നെല്ലിയാമ്പതിയിലേക്ക് പോകുമോ അതോ ഇവിടെ എവിടെയെങ്കിലും? എന്തായാലും പോയില്ല. ഇവിടുന്ന് അങ്ങടാ പോണെന്ന് വെച്ചാൽ ഇപ്പുറത്ത് കാടുള്ളതുകൊണ്ട് കാട്ടിൽ കയറണത്. പക്ഷെ ആൾ ഇവിടുന്ന് അങ്ങടല്ലേ ഓടിയത്. ഇത് കഴിഞ്ഞ് വെച്ചാൽ ആ പാലം റോഡാണ്. എന്തായാലും നാട്ടുകാർ ഇവിടെ മൊത്തം വളഞ്ഞിട്ടുണ്ട്. ഈ റോഡ് കടന്ന് അപ്പുറം നെല്ലിയാമ്പതി വനമേഖലയിലേക്ക് കടക്കാൻ കഴിയും? പോകാൻ സാധിക്കില്ല. കഴിഞ്ഞ അപ്പുറത്തുള്ള ആളുകൾ എല്ലാവരും ഇവിടെ മൊത്തം കൂടിയിരിക്കുന്നതാണ്. ഇവിടുന്ന് ഒരു 10 മീറ്റർ അപ്പുറത്താണ് വനമേഖല. അവിടെയും കൂടാൻ അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല. അപ്പോഴേക്കും ആളുകൾ ഇവിടെ കൂടി കഴിഞ്ഞു. കുട്ടികളെല്ലാവരും ഫോൺ വിളിച്ച് ഞങ്ങളിപ്പോൾ ആളുകളിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഓടിയെത്തി അപ്പം തന്നെ ഇവിടെ എത്തുകയായിരുന്നു. കണ്ടിട്ടുണ്ടാവില്ലേ ചന്താമര? നിങ്ങളവിടെ ഇറങ്ങി വരുന്നതും കളിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും. ഓടിയിട്ടുണ്ടാവുക ഇവിടെ എവിടെയൊക്കെ തന്നെ ഉണ്ടാവും തന്നെയാണ്. ഭാഗത്ത് എവിടെയെങ്കിലും മറ്റേ പതിയാനാണ് ഒരു സാധ്യത. കാരണം അപ്പോഴേക്കും ഇരുട്ടായി. നാട്ടുകാർ ഇനി എങ്ങനെയാ തെരച്ചിൽ നടത്തുന്നത്? ഈ കുറ്റിക്കാടൊക്കെ ഒരുപാട് വലിയ കുറ്റിക്കാടൊക്കെ ഉണ്ടല്ലോ, ആൾപ്പൊക്കത്തിലുള്ള കുറ്റിക്കാട്. അതെ എന്താണെങ്കിലും ഞങ്ങൾ ഈ ഭാഗത്ത് പരമാവധി ശ്രമിക്കാം. കാരണം ഇതുപോലെ ക്രിമിനലുകളെ നമ്മുടെ ഭാഗത്ത് വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ അത് മറ്റുള്ള ആളുകളെ സഹകരിച്ച് ഇയാളെ പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർവ്വാധികം ലക്ഷ്യം. കാരണം ഒരു കുടുംബത്തിൽ തന്നെ ഇല്ലാതാക്കി ഇയാളെ പോലുള്ള ആളുകളെ വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല. പോലീസ് കണ്ട വളരെ അത്ഭുതകരമാണ്. അധികം വലിയ വിസ്തൃതിയൊന്നും ആ ഭാഗത്തില്ല. ഇവരെ കണ്ടതിന് ശേഷം ഒരുപാട് ദൂരേക്ക് പോകാനും കഴിയില്ല. ഇത്ര വലിയ പോലീസ് സന്നാഹമുണ്ട്, നാട്ടുകാരുണ്ട്, കുട്ടികളുണ്ട്. പക്ഷേ അയാളെ കാണാനില്ല. ഇഷ്ടംപോലെ പാമ്പുകളുണ്ട്. ഇത്രയും